സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ആലിമീങ്ങൾക്ക് ശക്തി പകർന്ന, ആലിമീങ്ങൾക്ക് പ്രചോദനം നൽകിയ, സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും നൽകിയ ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ 100 പ്രശ്നങ്ങൾക്ക് മഹാനവറുകൾ പരിഹാരമായിരുന്നു. കാരണം അള്ളാഹു അവരെ പരിഹാരമായി നിശ്ചയിച്ചിരിക്കും. ഇന്നലെ രാത്രിയിൽ എന്തോന്ന് എനിക്കറിയില്ല, ഞാൻ ഉറങ്ങുന്ന സമയത്ത് APM മുഹമ്മദ് മുസ്ലിയാരെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ലിൽ ഖൗമി സിർറുൻ മഅൽ മഹ്ബൂബി ലൈസ ലഹു ഹദ്ദുൻ ഫലൈസ സിവൽ മഹ്ബൂബി യുഹ്സീഹി. മഹാനായ അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഒരു പദ്യമാണ്. ഔലിയാക്കളിൽ വലിയ പ്രമുഖനും വലിയ സ്ഥാനമുള്ള ആളുമാണ് അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹു. അല്ലാഹുമായി അടുത്ത സൂഫിയാക്കളും ആരിഫീങ്ങളുമായ മഹാന്മാർക്ക് സിർറുൻ മഅൽ മഹ്ബൂബി, മഹ്ബൂബായ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രഹസ്യങ്ങൾ ഉണ്ട്. ഫലൈസ സിവൽ മഹ്ബൂബി യുഹ്സീഹി, അത് എത്ര എങ്ങനെ എന്നൊന്നും കണക്കാക്കാൻ അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല. തസറുഫുഹും ഫിൽ കായിനാതി വമാ ശാഅ ശാഉ വമാ ശാഉഹു യഖ്ദീഹി. അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹു പാടിയതാണ്. ഈ ഭൂമി ലോകത്ത് പല വിഷയങ്ങളിലും പല കൈകാര്യങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട്. വമാ ശാഅ ശാഉഹു, അല്ലാഹു ഉദ്ദേശിച്ചത് അവർ ഉദ്ദേശിക്കുന്നു. വമാ ശാഉഹു യഖ്ദീഹി, അവർ ഉദ്ദേശിച്ചത് അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നു. ഇത് തന്നെയാണ് മഹാനായ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരുമിച്ചുള്ള ഈ യാത്രയിൽ ആദ്യം ഒരു കപ്പൽ കേടുവരുത്തുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് പിന്നീട് വിശദീകരിക്കുമ്പോൾ അമ്മ സഫീനത്തു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. ആ കപ്പൽ കേടുവരുത്തിയതിനൊരു നിമിത്തമുണ്ടായിരുന്നു. അത് കേടില്ലാത്ത കപ്പലുകൾ പിടിച്ചെടുക്കുന്ന അക്രമിയായ ഒരു ഭരണാധികാരി പിന്നിൽ വരുന്നുണ്ട്. അതിനാൽ നമ്മെ സഹായിച്ച ഈ സാധുക്കളുടെ കപ്പൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനതിന് കേടുവരുത്തിയത്, അങ്ങനെയാണ് ഞാൻ അതിന് കേടുവരുത്താൻ ഉദ്ദേശിച്ചത് എന്ന് ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതേ സമയത്ത് മഹാനവറുകൾ ഒരു ചെറിയ കുട്ടിയെ വധിച്ചതായ ഒരു സംഭവം നടന്നിരുന്നു. അതിനെ സംബന്ധിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യം ചെയ്തിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കർത്തവ്യമാണ് നിർവഹിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബിയാണ്. ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമും അസഹായ അഭിപ്രായം അനുസരിച്ച് ഇമാം ഇബ്ൻ ഹജർ അൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞതുപോലെ നബിയാണ്. മഹാനായ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച വിവരം മൂസാ നബി അലൈഹി സ്വലാമിനോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച വിവരം ഖളിർ അലൈഹി ഇസ്ലാമിനോ ലഭിച്ചിട്ടില്ല എന്ന് ഖളിർ അലൈഹി ഇസ്ലാം തന്നെ ആ സംഭവത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. അന അലാ ഇൽമിൻ വ അൻത അലാ ഇൽമിൻ. ഓരോരുത്തരും അവരവരുടെ ഇൽമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഒരു ശരീഅത്തിന്റെ വക്താക്കളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ثم جعلناك على شريعة من الأمر فاتبعها. ആ റസൂലുള്ള പഠിപ്പിച്ച ശരീഅത്തിനെ പിന്തുടരാനല്ലാതെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾക്ക് ആർക്കും വകുപ്പില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്തിലാണ് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള എല്ലാ മഹാന്മാരും ആ ശരീഅത്തിനെ അംഗീകരിച്ചവരാണ്.
അതനുസരിച്ച് ജീവിച്ചവരുമാണ്. അവർ മനഃപൂർവ്വം ആ ശരീഅത്തിന്റെ ഒരു നിയമങ്ങളെയും ലംഘിക്കുകയില്ല, ലംഘിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടിയിൽ മഹാനവറുകൾ പറഞ്ഞത്, അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ലവരാണ്. പക്ഷെ ആ കുട്ടി മുഖേന ആ രണ്ട് മാതാപിതാക്കളും മോശമായി പോകുമെന്ന് നമ്മൾ ഭയപ്പെട്ടു. ഫഅറദ്ന, നമ്മൾ ഉദ്ദേശിച്ചു അവർക്ക് അല്ലാഹു തആല പകരം കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു. അല്ല കൊടുക്കണം എന്ന് ഖദിർ അലൈഹിസ്സലാമാണോ ഉദ്ദേശിക്കേണ്ടത്? അല്ലാഹു അല്ലേ ഉദ്ദേശിക്കേണ്ടത്? പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ചത് തന്നെയാണ് ഖദിർ അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ലല്ലോ ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. അത് തന്നെയാണ് ഖദിർ അലൈഹിസ്സലാമിന് ശേഷം പറഞ്ഞു, ഓ ഫഅൽതുഹു അൻ അംരി, ഞാൻ എൻ്റെ വകയിലൊന്നും ചെയ്തിട്ടില്ല, എല്ലാം അല്ലാഹുവിൻ്റെ ഓർഡർ പ്രകാരമാണ്. അപ്പോൾ ഫഅറദ്ന, നമ്മൾ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ചതിൻ്റെ വകയിലുള്ള ഉദ്ദേശമാണ്. ഞാൻ ഉദ്ദേശിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചതിനാൽ ഞാൻ ഉദ്ദേശിച്ചു, നമ്മൾ ഉദ്ദേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മഹാനായ അബൂ യസീദ് ബിസ്താമി തങ്ങളും പറഞ്ഞത്, തസറുഫുഹും ഫിൽ കായിനാതി വമാ ശാഅ ശാഉ, അള്ളാഹു ഉദ്ദേശിച്ചത് അവരുദ്ദേശിക്കുന്നു, വമാ ശാഉഹു യഖ്ദീഹി, അവരുദ്ദേശിക്കുന്നത് അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു. ഇത് തന്നെയാണ് വമാ തശാഉന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കാർക്കും, ഒരു വ്യക്തിക്കും ഒരു സൃഷ്ടിക്കും ഒന്നും ഇവിടെ ഉദ്ദേശിക്കാൻ കഴിയില്ല. അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ നടക്കുകയില്ല. അവൻ ഉദ്ദേശിച്ചത് നടപ്പാക്കുന്ന വിഷയത്തിൽ പല കൈകാര്യങ്ങളും മലക്കുകൾക്കും മഹാന്മാർക്കും പലർക്കും അല്ലാഹു തആല നൽകുന്നുണ്ട് എന്ന് മാത്രം. അതാണ് തസറുഫുഹും ഫിൽ കായിനാതി വമാ ശാഅ ശാഉ വമാ ശാഉഹു യഖ്ദീഹി എന്ന് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുള്ളത്. മഹാനായ ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ വിഷയം ഭക്ഷണം കൊടുക്കാത്ത നാട്ടുകാരുടെ ഒരു മതിൽ നന്നാക്കിയ വിഷയമായിരുന്നു. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞ ഭാഷ മറ്റൊന്നാണ്. വഅമ്മൽ ജിദാറു ഫകാന ലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി ഫകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതൻ മിർ റബ്ബിക്. ആ മതിൽ നന്നാക്കാനുള്ള കാരണം അത് അള്ളാഹു ഉദ്ദേശിച്ചു, നിങ്ങളുടെ റബ്ബ് ഉദ്ദേശിച്ചു അവർക്ക് പ്രായമെത്തിയതിന് ശേഷം അതിൻ്റെ താഴെയുള്ള നിധി അവർക്ക് ലഭിക്കണമെന്ന്. അതവരുടെ ഭാഷയാണ്. ചിലപ്പോൾ അവർ പറയുന്നത് റബ്ബ് ഉദ്ദേശിച്ചു എന്നായിരിക്കും, ചിലപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചു എന്നായിരിക്കും. രണ്ടും ഒന്നാണ്. രണ്ടും അള്ളയും വലിയും അല്ലെങ്കിൽ വലി നബിയും ഒന്നാണ് എന്നല്ല, മറിച്ച് രണ്ട് ഉദ്ദേശവും ഒരേ വിഷയമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഞാൻ അത്രയും വിശദീകരിച്ചിട്ടുള്ളത്. അറാദ റബ്ബുക, റബ്ബ് ഉദ്ദേശിച്ചു, റബ്ബ് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ പ്രവർത്തിച്ചു. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു ചെയ്തു കൊടുക്കുന്നു. കാരണം നമ്മളോട് ഉദ്ദേശിക്കാൻ അള്ളാഹ് തന്നെ കൽപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആകയാൽ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവൻ നടപ്പാക്കുന്നതും അവൻ്റെ ഭരണത്തിന് കീഴിലുള്ളതുമാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സർവാധികാരമുള്ളവൻ അള്ളാഹുവാൻ. അവൻ്റെ അധികാരത്തിന് കീഴിൽ അവൻ പലർക്കും പല സ്ഥാനവും കൊടുക്കുന്നു. ആ സ്ഥാനം കൊടുക്കുന്നവരെ സംബന്ധിച്ചാണ് സൂഫിയാക്കളും ആരിഫീങ്ങളും അൽ ഖൗം എന്ന് പറയുന്നത്. അതാണ് ലിൽ ഖൗമി സിർറുൻ എന്ന് പറഞ്ഞത്. ഖൗമിനിക്ക് ചില സിറുകൾ ഉണ്ട്. ഫലൈസ സിവൽ മഹ്ബൂബി, അതേ അല്ലാഹു ആകുന്ന മഹ്ബൂബല്ലാതെ അവർക്കുള്ള സിറുകളെ സംബന്ധിച്ച് ലൈസ സിവൽ മഹ്ബൂബി യഹ്സീഹി, മറ്റാർക്കും അത് കണക്കാക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മഹാന്മാരായ ഔലിയാക്കളെ താഴ്ത്തുന്ന ഒരു വാചകവും അതേപോലെ തന്നെ പുകഴ്ത്തുന്ന വാചകവും ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിര് കവിഞ്ഞു പോകാതെയും ഒരിക്കലും അവരുടെ സ്ഥാനത്തിനൊരു കുറവ് വന്നു പോകാതെയും മാത്രമേ സംസാരിക്കാവൂ. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ആലിമീങ്ങൾക്ക് ശക്തി പകർന്ന, ആലിമീങ്ങൾക്ക് പ്രചോദനം നൽകിയ, സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും നൽകിയ ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.
ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ 100 പ്രശ്നങ്ങൾക്ക് മഹാനവറുകൾ പരിഹാരമായിരുന്നു. കാരണം അള്ളാഹു അവരെ പരിഹാരമായി നിശ്ചയിച്ചിരിക്കും. ഖൈറിന്റെ താക്കോലായി അല്ലാഹു തആല നിശ്ചയിച്ച അടിമ, ആ അടിമകൾക്ക് സർവ്വ സന്തോഷവും ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരുപാട് ഖൈറിന് നിമിത്തമായി പ്രവർത്തിക്കുകയും നീങ്ങുകയും ചെയ്ത ഒരു മഹാനാണ് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. വളരെ ചെറിയ കുട്ടിക്കാലത്ത് മുതൽക്ക് തന്നെ വളരെയേറെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും കറാഹത്ത് പോലും വന്നു പോകാതെ സൂക്ഷിക്കുകയും ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുക്കുകയും ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുകയും അങ്ങനെ വളരെയേറെ സാഹസപ്പെട്ടും ത്യാഗം ചെയ്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമിച്ച് അള്ളാഹുവിങ്കൽ ഉന്നത സ്ഥാനം നേടുകയായിരുന്നു മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനവറുകൾ അറിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ വ്യക്തിയല്ല, മറിച്ച് നന്നായി ഇൽമു പഠിച്ച് അതേ ബിരുദമെടുത്ത് ദർസ് നടത്തി വലിയ പാണ്ഡിത്യം നേടി ആ പാണ്ഡിത്യത്തിന്റെ കീഴിൽ വളരെ അദബോടുകൂടെ എല്ലാ വിഷയത്തെയും എല്ലാ സ്ഥലങ്ങളെയും എല്ലാ മഹാന്മാരെയും വളരെ അദബോടുകൂടെ സമീപിച്ചുകൊണ്ട് അങ്ങനെ വലിയ സ്ഥാനത്തെത്തിയ ആ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന നമ്മൾ മഹാനവറുകളുടെ വഴി പിന്തുടർന്ന് ശരിക്ക് ഈമാനിലും തഖ്വയിലുമായി ജീവിക്കുകയാണ് വേണ്ടത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി യാത്രയക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ എൻഡ് വരെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോവുകയും മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഓ മുആദേ, അടുത്ത കൊല്ലം നിങ്ങൾ വരുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണം എന്നില്ല, നിങ്ങൾ എൻ്റെ ഖബറിന്റെ സമീപത്ത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പ്രഖ്യാപിച്ചു. അത് കേട്ടപ്പോൾ പൊട്ടി കരഞ്ഞുപോയി മുആദ് റളിയല്ലാഹു അൻഹു. കാരണം ഇനി ഈ മുഖം കാണാൻ കഴിയില്ലെന്നാണ് പറയുന്നത്, ഇനി എനിക്ക് ഇങ്ങനെ ഒരു അവസരമില്ലെന്നാണ് പറയുന്നത്. അതേസമയം എന്നെ പറഞ്ഞേക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ പോകുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് നിർത്തിവെക്കാൻ നിവൃത്തിയില്ല, പോകാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഇനി വരുമ്പോൾ കാണുകയില്ലല്ലോ എന്ന വേദന കൊണ്ട് പൊട്ടി കരയുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്ന ഔലന്നാസി ബി, ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആള് അത് അൽ മുത്തഖൂൻ, അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയും അള്ളാഹു വിരോധിച്ചതൊഴിക്കുകയും കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ് തുടങ്ങിയ രോഗങ്ങളൊന്നും ഖൽബിലില്ലാതെ ഖൽബ് ശുദ്ധീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങൾ ആരാണോ അവരാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ. മൻകാനു ഹൈസുക്കാനു, അവരെവിടെയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. ഈ ഒരു ആശയം നമ്മുടെ ഖൽബിൽ എപ്പോഴും മഹാന്മാരായ ഔലിയാക്കളെ ഹബ്ബ് വെക്കുന്ന നമ്മളുടെ ഖൽബിൽ എപ്പോഴും ഈ ആശയമുണ്ടാകണം. തഖ്വയോടുകൂടിയുള്ള ജീവിതമാണ് ഔലിയാക്കളോടുള്ള ബന്ധത്തിന് നിദാനം. ഔലിയാക്കളോടുള്ള ബന്ധം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധത്തിന് വേണ്ടിയാണ്. ആ ബന്ധം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമയാകാൻ വേണ്ടിയാണ്. ഈ ബോധത്തോടുകൂടെ നമ്മുടെ ജീവിതം സംസ്കരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹു നമ്മുടെ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും സാലിഹീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഈ പരിപാടിയോട് സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും അള്ളാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ വർഷം എന്നെ ഈ പരിപാടിക്ക് വന്ന് ക്ഷണിച്ച് എല്ലാ വിഷയത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഹാജിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിനും നമ്മിൽ നിന്ന് മരിച്ചുപോയ മസ്ഊദ് സഖാഫി അടക്കം പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും പ്രവർത്തകർക്കും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും നമുക്കും അള്ളാഹു തആല സ്വർഗം നൽകുമാറാകട്ടെ, ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. നമ്മെയും നാം സ്നേഹിക്കുന്ന മഹാന്മാരെയും എല്ലാം ഒരുമിച്ച് അള്ളാഹു തആല അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ, അതുപോലെ വൈലത്തൂർ തങ്ങൾ. അങ്ങനെയുള്ള സയ്യിദന്മാർ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി, ഉലമാക്കൾ പലരും വിട്ടുപിരിഞ്ഞു പോയി. നമ്മുടെ AP മുഹമ്മദ് മുസ്ലിയാർ അടക്കം എല്ലാവരുടെ ഖബറിലും ഇന്നലെ രാത്രിയിൽ എന്തോന്ന് എനിക്കറിയില്ല
ഞാൻ ഉറങ്ങുന്ന സമയത്ത് APM മുഹമ്മദ് മുസ്ലിയാരെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ.